ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അപ്പമാണ് കേട്ടോ. അപ്പം നമ്മൾ നല്ല അപ്പവും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പം കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി കുറച്ച് മാവും കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടി കുറേശ്ശെ നമ്മളിങ്ങനെ ചുട്ടെടുക്കണം കേട്ടോ. അപ്പം നമ്മളത് കഴിഞ്ഞ് കുറച്ച് ചായക്ക് വേണ്ടി വെള്ളം വെച്ചു. ചായയൊക്കെ ഏകദേശം പാലൊക്കെ ഒഴിച്ച് തിളയ്ക്കാറായി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ അപ്പവും കടലക്കറിയും ചായയാണ് കേട്ടോ. ഇനി നമ്മൾ അത് കഴിഞ്ഞ് നമുക്ക് മീൻ ഇരിപ്പുണ്ട്. അപ്പോൾ മീൻ നന്നാക്കുന്ന കാര്യം, നെത്തോലി മീനാണ് ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് നീ നന്നാക്കണം. അപ്പോൾ നമ്മൾ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് ഇനി അത് ക്ലീൻ ആക്കാനായിട്ട് പോവും. അപ്പോൾ അതാ കാപ്പിയൊക്കെ ഏകദേശമായി. ഇനി നമ്മൾ മീൻ നന്നാക്കാനായിട്ടൊക്കെ പോയി. അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ ഏകദേശം നമ്മൾ നന്നാക്കി. ഇനി നമ്മൾ അത് മീനൊന്ന് ക്ലീൻ ചെയ്ത് അത് നമ്മളിങ്ങനെ കുറേശ്ശെ വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിനി ഉപ്പൊക്കെ ഇട്ട് നല്ലോണം കഴുകി അതിൻ്റെ ആ ഒരു സ്മെല്ലും ഇതൊക്കെ മാറാനായിട്ട് നമ്മളിനി അത് നെത്തോലി നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാങ്ങയിട്ടൊരു കറി വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ അത് നമ്മൾ മാങ്ങയിട്ട് കറി വയ്ക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ മാറ്റി. അത് കഴിഞ്ഞ് ചക്ക, നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഇന്നലെ ഡേ മൈ ലൈഫ് ഞാൻ ഇട്ടിരുന്നു. അതിൽ നമുക്ക് ചക്ക, നമ്മൾ അടത്തിരുന്ന ചക്ക, അതിൻ്റെ കുറച്ച് ചക്ക ഇരുന്നത് നമ്മൾ രാവിലത്തേക്ക് ഉച്ചക്കത്തേക്ക് വേണ്ടി നമ്മൾ കുറച്ചെടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ രാവിലെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചായിരുന്നു. അതിൽ നിന്ന് കുറച്ച് ചക്ക എടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചു. അത് ബാക്കി നമ്മൾ വീണ്ടും ഫ്രിഡ്ജിലോട്ടെടുത്ത് വെച്ചു. പിന്നെ അത് അമരപ്പയർ ഇരിപ്പുണ്ട്. അപ്പോൾ അമരപ്പയർ തോരനും വെച്ച്, ചക്ക കറിയും വെച്ച്, മീനും പൊരിച്ച്, തക്കാളി കൊണ്ടൊരു ഒഴിച്ച് കറിയും വെച്ച്, മീൻ കറിയും വയ്ക്കാമെന്ന് കരുതിയാണ്, ഉച്ചക്കത്തേക്ക് വയ്ക്കാമെന്ന് കരുതിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഈ അമരയ്ക്കൊക്കെ അരിയാനായിട്ട് എല്ലാം പറക്കി ഇങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. ഇനി നമുക്ക് ചക്കയൊക്കെ ഒന്ന് കഴുകി കുക്കറിലിട്ട് വേവിക്കാം എന്ന് പറഞ്ഞ്. അപ്പോൾ അമരയ്ക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര അമര ഇട്ട് നമുക്കൊരു തോരൻ വയ്ക്കാം. അത് കഴിഞ്ഞ് ഞാൻ ചക്ക ഒന്ന് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ചക്ക നമ്മൾ ഒരു 2 വെള്ളത്തിൽ എന്തായാലും നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. അത് വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കണമെങ്കിലും ഒന്ന് ക്ലീനും കൂടെ ചെയ്താലേ നമുക്ക് ചക്കയുടെ ആ ഒരു ഇതൊക്കെ മാറുള്ളൂ. അപ്പം നമ്മൾ ചക്ക ഒന്ന് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും, ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ വീഡിയോയ്ക്ക് ഡേ മൈ ലൈഫ് വീഡിയോയിലേക്ക് എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ എന്തെങ്കിലുമൊക്കെ നല്ലതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒക്കെ നോക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഏകദേശം വീഡിയോ എടുപ്പോൾ കമൻ്റ് എല്ലാം കുറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചക്ക ഒന്നും കൂടി ഒന്ന് ക്ലീൻ ആക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് നമ്മൾ ചക്ക ഒരു സ്പെഷ്യൽ രീതിയിലാണ് വെക്കുന്നത്. നമ്മൾ ചക്കയോടൊപ്പം മാങ്ങയും കൂടെ ചേർക്കാമെന്ന് കരുതി. അപ്പം മീൻ കറിയിലിടാനായിട്ട് കുറച്ച് മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമ്മൾ ഈ ചക്കയിലും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ ചക്കയിലും കൂടെ ചേർക്കുമ്പോൾ ചക്കയിൽ നല്ലൊരു പുളിപ്പും നമുക്ക് കഴിക്കാൻ നല്ലൊരു സ്വാദാണ് കേട്ടോ. അപ്പം ഞാൻ കുക്കറിൽ ചക്കയും മാങ്ങയും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഇനി വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ച്. അപ്പോൾ എനിക്ക് ചക്കയ്ക്കും കിഴങ്ങിനൊക്കെ വെള്ളം വയ്ക്കുമ്പം മിക്കവാറും ദിവസം കൂടിപ്പോകാറുണ്ട്. അപ്പം ഞാൻ ഏകദേശം നോക്കി ഈ അളവ് മതിയോന്നൊന്ന് നോക്കി. അപ്പം ഏകദേശം ഈ അളവ് മതിയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ചക്കയ്ക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം വെച്ചു. നമ്മളിനി ചക്ക നമ്മൾ അടുപ്പത്തോട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ചക്കയും മാങ്ങയായിട്ട് ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വെച്ച് നോക്കണത്. പക്ഷെ നല്ലതാണെന്ന് ഇങ്ങനെ കേട്ടത് കൊണ്ടാണ് വെക്കുന്നത്. കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ആരെങ്കിലും കയ്യിൽ ചക്കയും മാങ്ങയും ഉള്ളപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ ചക്ക വേവിക്കാനായിട്ട് ചക്കയും മാങ്ങയും കൂടെ ഒരുമിച്ചിട്ട് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചു. ഇനി നമുക്ക് അപ്പോൾ അത് ഏകദേശം ഒന്ന് സെറ്റായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുക്കാം. അപ്പോൾ ഇനി നമുക്ക് മീൻ കറി വെക്കാനായിട്ടുള്ള പ്ലാനുണ്ട്. അപ്പോൾ കുട്ടു കടയിലോട്ടൊക്കെ പോയിട്ട് ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പം വെളുത്തുള്ളിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ചക്കയ്ക്ക് അരയ്ക്കാൻ വെളുത്തുള്ളിയൊക്കെ വേണമായിരുന്നു. അപ്പോൾ അത് പിന്നെ കുറച്ച് നെത്തോലി മീനും ഞാൻ നേരത്തെ കഴുകിയത് കുറച്ചുകൂടെ ഒന്ന് കഴുകണമായിരുന്നു. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് കഴുകി നമ്മളിതാ മീൻ കറി വെക്കാനായിട്ട്, അപ്പോൾ മീൻ കറി വെക്കാനായിട്ട് എല്ലാം അരച്ചൊന്ന് സെറ്റാക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്നാക്കി ചക്ക ഏകദേശം അരപ്പൊക്കെ ഇട്ട് നല്ല റെഡിയാക്കി കടുകൊക്കെ വറുത്ത് നമുക്കൊരു എരിശ്ശേരി പരുവം കണക്കാക്കി എടുത്തു.
ചക്ക മാങ്ങയും കൂടെ കിട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചക്കയൊക്കെ ഏകദേശം സെറ്റായി. അപ്പോൾ നമുക്കിനി ചോറിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായി. അപ്പോൾ നമ്മൾ മീൻകറി വെച്ചു, പിന്നെ ചക്ക വെച്ചു, പിന്നെ എരിശ്ശേരി വെച്ചു. അപ്പം നമ്മൾ മീനും പൊരിക്കണം, തോരനും കൂടെ വയ്ക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചോറുണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം ചോറുണ്ടുന്ന ഫസ്റ്റ് ടൈം എടുക്കാനായിട്ട് പറ്റിയില്ല. കഴിച്ച് കയറായപ്പോഴാണ് ഫോണിന് ചാർജ് കുറവായതുകൊണ്ട് അപ്പോഴാണ് എടുക്കാൻ പറ്റിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ടത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. വൈകിട്ടത്തെ വ്ളോഗെന്ന് പറയാം, വൈകിട്ടത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വൈകിട്ടത്തെ വീഡിയോയിൽ നമ്മളിതാ മുട്ട അവിക്കാനായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. മുട്ട അവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെന്താ കുറുമയാണ് വെക്കുന്നത്. അപ്പം ഞാൻ കുറുമ വയ്ക്കുന്ന എപ്പോഴും നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഈ ഉള്ളി, തക്കാളിക്ക, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് നമ്മൾ സെറ്റാക്കി അതൊന്ന് വാടിയിട്ട് അതിൽ മസാലക്കൂട്ടും ചേർത്ത് മിക്സിയിലിട്ട് അടിക്കുന്ന ആ ഒരു ഇതാണ് കേട്ടോ. അപ്പം പലരും പല രീതിയിലാണ് വെക്കുന്നത്. അപ്പം ഞാനിങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചപ്പാത്തി നമ്മൾ നേരത്തെ ചുട്ടായിരുന്നു. അപ്പം ചപ്പാത്തി ചുടുന്ന വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല. ഇടയ്ക്ക് ഇവിടെ കറണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ചപ്പാത്തി ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചപ്പാത്തി ഇത്തിരി ഒന്ന് കരിഞ്ഞ കണക്കൊക്കെ ഇരിപ്പുണ്ട്, ബാക്കിയുള്ളതൊക്കെ നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ചപ്പാത്തി എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് കുറുമ വയ്ക്കാനായിട്ടുള്ളതാണ്. അപ്പം 3 മുട്ടയാണ് നമ്മൾ എടുത്തിട്ടേക്കണത്. അപ്പോൾ ആ മുട്ടയൊക്കെ ഏകദേശം വെന്ത് വരാറായി. അപ്പോൾ നല്ല മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല മഴക്കോളാണ്. നമ്മൾ മുറ്റമൊക്കെ നേരത്തെ തൂത്തുവാരിയായിരുന്നു. അപ്പം ആ മുറ്റം തൂക്കണ വീഡിയോ ഒന്നും ഇടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നല്ല മഴക്കോളുണ്ട്. അപ്പം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ചൂല് കാക്ക നമ്മൾ ചൂല് കൊണ്ട് വയ്ക്കുമ്പോൾ കാക്ക വന്ന് ഈറ്റിലെടുത്തുകൊണ്ട് പോകാറുണ്ട് കേട്ടോ. അത് സ്ഥിരമായിട്ടുള്ളതാണ് കേട്ടോ. കാക്കയുടെ മെയിനായിട്ടുള്ള ഹോബിയാണത്. നമ്മളിപ്പോൾ ചൂലൊക്കെ ഒന്ന് അടുക്കി വെച്ചു. അത് കഴിഞ്ഞാൽ നമ്മൾ അകത്ത് വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ചേരുവയെല്ലാം ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇവയെല്ലാം കൂടെ അതിലോട്ട് ചേർത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരാറാകും നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിക്കും. മിക്സിയിലിട്ടൊന്ന് അടിച്ചാണ് നമ്മൾ ഈ കറി വയ്ക്കുന്നത്. അപ്പോൾ ഈ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു കുറുമക്കറി തന്നെ നമുക്ക് ചപ്പാത്തിയിലൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മെയിനായിട്ട് ചപ്പാത്തിയിലൂടെയാണ് വയ്ക്കുന്നത്. വൈകുന്നേരം നമുക്ക് മിക്കവാറും ദിവസവും ചപ്പാത്തി തന്നെയാണ്, മെയിൻ ചപ്പാത്തി തന്നെയാണ് ഇവിടെ. അപ്പോൾ ഈ കറിയാണ് വെക്കാറുള്ളത്. ഈ കറി വെക്കിയപ്പോൾ എല്ലാവരും ചപ്പാത്തി തിന്നാൻ ആർക്കും മടിയൊന്നും കാണത്തില്ല, എല്ലാവരും കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാം നമുക്ക് സെറ്റായി വന്നു കേട്ടോ. ഇനി നമുക്ക് വൈകിട്ടത്തെ ആ ഒരു ഏകദേശം ഉള്ളൊരു ഇതൊക്കെ കഴിഞ്ഞായിരുന്നു. ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് എല്ലാം നേരത്തെ ആക്കാമെന്ന് കരുതി. ചിലപ്പോൾ ഇനി കറണ്ട് കാണുമോ ഇല്ലയെന്ന് അറിയത്തില്ല. കറണ്ട് വന്നും പോയൊക്കെ നിൽക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ മസാല എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മളതൊന്ന് യോജിപ്പിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലതായിട്ട് ഉള്ളിലൊക്കെ ഒന്ന് പിടിച്ച് വരപ്പോഴേക്കും നമ്മളിത് ഒന്ന് തണുത്തപ്പോഴേക്കും ഇത് അരയ്ക്കും. ഞാൻ പിന്നെ വലുതായിട്ട് തണുക്കാനൊന്നും നിന്നില്ല. ഏകദേശം ഒരു ചെറിയൊരു ചൂട്ടിലൊക്കെ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തായിരുന്നു. അപ്പം നല്ലതുപോലെ അരയണം കേട്ടോ. അരഞ്ഞാലേ നമുക്ക് ആ ഒരു കുറുമേര ആ ഒരു ഇത് ടേസ്റ്റ് കുറുമണൊക്കെ ആവത്തുള്ളൂ. അപ്പോൾ മുട്ട നല്ലതുപോലെ വെന്ത കേട്ടോ, തിളച്ച് നല്ലതായി. അപ്പം ഞാനിത് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്യാമെന്ന് കരുതി. തീ ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മുട്ട ഒന്ന് തണുക്കട്ടെ. അപ്പോൾ ആ വെള്ളം മാറ്റിയിട്ട് കുറച്ച് നമ്മൾ നോർമൽ വാട്ടറിൽ കുറച്ച് നേരം ഇട്ടിട്ട് പിന്നെ നമുക്ക് ഈ മുട്ട പൊളിക്കാമെന്ന് കരുതി ഇളക്കി എടുക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ കുറച്ച് നോർമൽ വാട്ടർ വെള്ളം ഒഴിച്ച് ഇട്ടു. അപ്പോൾ മുട്ട ഇവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെ മിക്സിയിൽ ഇട്ട് കേട്ടോ. അത് ഏകദേശം കറിയുടെ പരിപാടികളൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മളെപ്പോഴും കറി വയ്ക്കുമ്പോൾ ഇപ്പം ഞാൻ മെയിനായിട്ട് ചൂടുവെള്ളത്തിലാണ് കറി കൂടുതലും വെക്കാറുള്ളത്. അപ്പോൾ നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടും. നമ്മൾ പച്ചവെള്ളം ഒഴിക്കുമ്പം കറിക്ക് ഒരു ഇത് കണക്കാണ്. അപ്പോൾ ഇപ്പോൾ ഏത് കറി വെച്ചാലും ചൂടുവെള്ളം ഞാൻ അപ്പോഴേ അനത്തും കേട്ടോ. മീൻ കറി ഒഴിച്ച് ചക്കയൊക്കെ ഒഴിച്ച് ബാക്കിയുള്ള ഇങ്ങനത്തെ കറികളൊക്കെ വയ്ക്കുമ്പോൾ ചൂടുവെള്ളം അനത്തുന്നത് നല്ലതാണ് കേട്ടോ. ചൂടുവെള്ളത്തിൽ വെക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതൊരു ടിപ്പായിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഏകദേശം സെറ്റായി വന്നു. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം അതിനായിട്ട് അനത്തി. അപ്പോൾ ഞാൻ ഈ പാനെടുത്ത് വെച്ചപ്പോൾ പാനെടുത്ത് എണ്ണ എടുത്ത് ഒഴിച്ചപ്പോഴേക്ക് അതിൻ്റെ ആ ഒരു അരപ്പ് നമ്മൾ ഇളക്കിയതിൻ്റെ ആ ഒരു ചെറിയ രീതിയിലൊന്ന് കരിയുന്ന കണക്ക് മൂത്ത കണക്കായിപ്പോയി, കരിയും കണക്കായിപ്പോയി.
അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലിനി വെച്ചാൽ ചിലപ്പം എന്തായാലും അത് അടിയിൽ പിടിച്ചത് ചിലപ്പോൾ നമ്മൾ ഈ കറി ഒഴിക്കുമ്പോൾ ആ ഒരു ഇത് വരുമെന്ന് കരുതി. അപ്പോൾ ആ പാൻ മാറ്റിയിട്ട് നമ്മൾ പിന്നെ ആ ഒരു ചട്ടി എടുത്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ അതാ കടുകാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കടുക് ഇനിയിപ്പം ഇടുന്നതേ ഉള്ളൂ കേട്ടോ. ഇട്ടപ്പോഴാണ് നമുക്ക് കടുക് ഇട്ടപ്പോഴാണ് ആ കറി ആ ചട്ടി ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ പിടിക്കുന്ന കണക്ക് തോന്നി. ഇങ്ങനെയാണ് ഞാൻ പിന്നെ അത് മാറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ അരച്ചിങ്ങനെ വെച്ച് ഈ കടുക് വറുത്ത് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ കറി ഏകദേശം സെറ്റായി. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പോ ചേർക്കും. ഞാൻ ചിലപ്പം കുറച്ച് പഞ്ചാരയും കൂടെ ചേർക്കും. അപ്പോൾ അത് കറിക്കൊരു വേറൊരു ടേസ്റ്റ് കണക്കാണ്. അപ്പോൾ അതാ നമ്മളിങ്ങനെ അപ്പോൾ ഞാനിതിങ്ങനെ വെച്ച് നോക്കിയപ്പോഴാണ് കണ്ടോ നിങ്ങൾക്ക് കാണപ്പോൾ അറിയാം ചെറിയൊരു കരിവേലപ്പ് കണക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ ഞാൻ പിന്നെ ആ ചട്ടി ചിലപ്പോൾ വെച്ചാൽ ചിലപ്പോൾ അത് നമ്മൾക്ക് ഒരു കറിക്കൊരു ചുവ വരുമെന്ന് കരുതി അതെടുത്ത് ഞാൻ പിന്നെ മാറ്റിയിട്ട് വേറൊരു പാത്രം എടുത്ത് വെക്കാമെന്ന് കരുതി. അപ്പം കടുവറുത്ത എണ്ണ അത് തന്നെ ഒഴിക്കാം. പക്ഷെ കറി നമ്മളിതിൽ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഇത് വരണ്ടെന്ന് കരുതി. ഇപ്പോൾ കറി കണ്ട നല്ല ഇതായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അതിങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ക്യാമറ ഇപ്പോൾ തല തിരിഞ്ഞ് കണക്കാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിതാ ഈ പാൻ എടുത്ത് വെച്ചു. പാനല്ല, ഈ ഒരു ചട്ടി. അപ്പോൾ ഈ ഒരു എരുമ്പേട്ടി എന്ന് പറയും, പലയിടത്തും പല പേരാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അതെടുത്ത് വെച്ചു. നമ്മൾ ആ കടുവറുത്ത ആ എണ്ണ തന്നെ അതിലോട്ട് ഒഴിക്കാമെന്ന് കരുതി. എണ്ണയ്ക്ക് കുഴപ്പമില്ല, അതിലൊന്ന് ചെറിയ രീതിയിലൊന്ന് ആ മസാല ഒന്ന് പിടിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ എണ്ണ അത് തന്നെ ഒഴിക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ അതിലോട്ട് ഒഴിക്കാനായിട്ടൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ എണ്ണ ഒഴിച്ചു. കറി ചൂടുവെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഒഴിച്ചു. ഇനി നമുക്കിതിൽ കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ എരിവിന് കുരുമുളക്, ഉപ്പ് എത്തി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഞാൻ കുറച്ച് ഇട്ടോളായിരുന്നു. അതിനുശേഷം വീണ്ടും ഇട്ടു. പിന്നെ ഈ പെരുംജീരകം അത് കുറച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കറിക്കൊരു കടിക്കാനും കറിക്കൊരു ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ അതിൽ വല്ല മസാല എന്തെങ്കിലും ചിക്കൻ മസാല എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ ഞാൻ ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുട്ട പൊളിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ക്യാമറ പിടിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്യാമറ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്യാമറ പിടിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ആ ഒരു ഇതിൽ സ്റ്റാൻഡിൽ വെച്ച് ക്യാമറ നേരെ വെച്ചിട്ട് മുട്ട എടുക്കാമെന്ന് കരുതി. അപ്പം ക്യാമറ ഏകദേശം നേരെയായിട്ടിരുന്നു. അപ്പം നമ്മൾ ഫോണിലാണ് എഡിറ്റിങ്ങൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ഇതാക്കണം. അപ്പോൾ നമ്മൾ മുട്ട നമ്മളിതാ പൊളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഇത് നാടൻ മുട്ടയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുന്നത് നാടൻ മുട്ടയാണ് നല്ലതും. അപ്പം നാടൻ മുട്ടയൊക്കെ നമ്മളിതാ ഇത് ഏകദേശം ഇത് കണക്ക് നമ്മൾ ഈ അവിച്ച വെള്ളത്തിയിട്ട് വെച്ചിട്ട് ഇളക്കുമ്പോൾ നല്ലതാണ്. നമ്മൾ നോർമൽ വറുത്ത് തന്നെ ഇട്ട് വെക്കണം. അപ്പോൾ ഇതിപ്പോൾ വലുതായിട്ട് ചൂട് പോയില്ലെങ്കിൽ ഞാൻ ഏകദേശം ഒന്ന് ഇളക്കി. അപ്പോൾ ഏകദേശം ഒന്ന് ഇളക്കിയതാ ഇങ്ങനെ മുട്ട എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇനിയിപ്പോൾ ഡെയിലി എന്തായാലും വീഡിയോ കാണും കേട്ടോ. എല്ലാ ദിവസവും ഞാൻ വീഡിയോ സ്ഥിരമായിട്ട് ഇടാമെന്ന് കരുതി. അപ്പം ആദ്യമൊക്കെ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും കാണാനൊക്കെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പം നമുക്ക് സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും വാച്ചിങ് ഓവറും ഒക്കെ വളരെ കുറവാണ്. എന്നും വീഡിയോ ഇടാത്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് മടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇനി മുതൽ സ്ഥിരമായിട്ട് വീഡിയോ ഇടാനായിട്ട് ഒക്കെ പറ്റും. സ്ഥിരമായിട്ട് ഇടാനായിട്ട് നോക്കും. നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, ഇടാനായിട്ടൊന്നും പറ്റിയില്ല. അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ പറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളത് ആ മുട്ട നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പം നാടൻ മുട്ട ആയതുകൊണ്ട് ഇതിൻ്റെ അത് തോടിളവാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മൾ ഉപ്പിടുന്നതുകൊണ്ടങ്ങ് ഇളവും കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു തൊലിഭാഗം ഉണ്ട് കേട്ടോ. അത് നല്ലതുപോലെ നമ്മളൊന്ന് പിടിച്ചാൽ പെട്ടെന്ന് എല്ലാം ഇളവും കേട്ടോ. അപ്പം ഞാൻ ഇത് ഡയറക്റ്റ് കറിയിലോട്ട് ഇടത്തില്ല. എന്താണെന്ന് വെച്ചാൽ കറിയിൽ മുട്ട കൂട്ടാത്ത ഒരാളിവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കറി നമ്മൾ എടുക്കപ്പം മുട്ട അതിലോട്ട് ഇങ്ങനെ വെച്ചാണ് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിതാ മുട്ട ഇങ്ങനെ എല്ലാം ഇളക്കി. അപ്പം മുട്ട ഇനിയിപ്പോൾ 3 മുട്ടയാണ് നമ്മൾ എടുത്തേക്കണത്. നാടൻ മുട്ടയാണ്. വെള്ള മുട്ട കൂടുതൽ അങ്ങനെ കഴിക്കാറ് നല്ലതല്ല. നാടൻ മുട്ടയാകുമ്പം നമുക്കത് നല്ലതാണ് കഴിക്കാനും. അപ്പോൾ അടുത്ത മുട്ട എടുത്ത് പൊട്ടിക്കണം കേട്ടോ.
അപ്പോൾ ഈ മുട്ടത്തോട് നമ്മൾക്ക് റോസിലേക്ക് ഇട്ടാൽ നല്ലതാണ്. റോസിൽ ഒരുപാട് പൂവൊക്കെ പൂക്കും. അപ്പം മെയിനായിട്ട് മുട്ടത്തോട് ഇടുന്നതാണ് ഏറ്റവും നല്ലത് പൂ പൂക്കാനായിട്ടും. റോസ് നല്ലോണം വളരുമെന്നാണ് പറയുന്നത്. പണ്ട് നമ്മളിങ്ങനെ പൂവൊക്കെ ഇടാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ വലുതായിട്ട് ഇടാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഇളക്കുമ്പം ഇവിടെ ഒരു റോസേ ഉള്ളൂ കേട്ടോ. അത് ഏകദേശം ഒരുമാതിരി പുഴു പഠിച്ച കണക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കാം, ഇട്ട് നോക്കാമെന്ന് കരുതിയിരിക്കുകയാണ് കേട്ടോ. നമ്മളെ മുട്ടയൊക്കെ ഏകദേശം സെറ്റായി. ഇനിയിപ്പോൾ അതാ നമുക്ക് ഏകദേശം വൈകിട്ടത്തുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. വൈകിട്ടത്തുള്ള എല്ലാ ജോലികളും ഏകദേശം കഴിഞ്ഞു കേട്ടോ. താണ്ട 3 മുട്ട. അപ്പോൾ അടുത്തൊരു മുട്ട ഇളക്കിയപ്പോൾ ചെറിയ രീതിയിലൊന്നുണ്ടായി, ബാക്കിയെല്ലാം സെറ്റായി കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇനിയിപ്പോൾ കറിക്ക് എടുക്കുമ്പോൾ മാത്രം നമ്മളിത് എടുത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ കറി ഏകദേശം സെറ്റായി. പക്ഷേ കാണും കണക്കൊന്നും ആയിരിക്കില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് പാത്രങ്ങളും കൂടെ കിടപ്പുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി അകവും കൂടെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഓടിച്ച് തൂത്തുവാരിയത്. ഇപ്പോൾ നല്ല മഴക്കോളുണ്ട് കേട്ടോ. അപ്പോൾ ഇതോടെ നമ്മൾ ഈ ഒരു ജോലിയൊക്കെ തീരണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു ഡേ ഇൻ ലൈഫിൽ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.